ഹായ്, എല്ലാവർക്കും സിദ്ധൂസ് ക്രാഫ്റ്റി ക്യൂസൈൻസിലേക്ക് സ്വാഗതം. ബി ക്രിയേറ്റീവ്, ബി ഹാപ്പി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് തഞ്ചാവൂർ പാലസ് കോംപ്ലക്സിലുള്ള ആർട്ട് ഗാലറിയിലെ വിശേഷങ്ങളാണ്. അതായത് രാജരാജ ചോള ആർട്ട് ഗാലറി, അല്ലെങ്കിൽ നല്ല തമിഴ് ഭാഷയിൽ പറഞ്ഞാൽ തഞ്ചാവൂർ കലൈക്കൂടം. ഇനി അത് അങ്ങനെയല്ല ഉച്ചരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തമിഴർ ക്ഷമിക്കുക, എനിക്കറിയാവുന്ന പോലെ പറഞ്ഞതാണേ. ഈ ഒരു ആർട്ട് ഗാലറിയിൽ നമ്മൾ വന്നാൽ ഒരുപാട് ശില്പങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കരിങ്കൽ ശില്പങ്ങളും വെങ്കലത്തിൻ്റെയൊക്കെ ശില്പങ്ങളുണ്ട്. അവയൊക്കെ 9-ാം നൂറ്റാണ്ടിലും AD 9-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും ഇടയിലായിട്ട് നമുക്ക് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ശില്പങ്ങളാണ്. ഈ ഓരോരോ ശില്പങ്ങളും പ്രത്യേകം വ്യത്യസ്തമാണെന്നതാണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. തഞ്ചാവൂരിലുള്ള ഈ ഒരു ആർട്ട് ഗാലറി ഉണ്ടാക്കിയത് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ്. കൽക്കട്ടയിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് ആർക്കിയോളജിസ്റ്റുകൾ ഒരു നദീതീരത്തിൽ ഉപേക്ഷിച്ചപ്പെട്ട നിലയിലുള്ള ഒരു ശില്പം കണ്ടെടുക്കുകയും അവരത് കൽക്കട്ട മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോകാനും തീരുമാനിക്കും. അപ്പോൾ നാട്ടിലെ ആളുകളൊക്കെ, അതായത് ഈ ഒരു തഞ്ചാവൂർ ജില്ലയിലെ ആളുകളൊക്കെ അത് ഇവിടെ തന്നെ സ്ഥാപിച്ചിരിക്കണം, അത് എങ്ങോട്ടേക്കും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് നിർബന്ധം പിടിക്കുകയും അങ്ങനെ കൊട്ടാരത്തിൻ്റെ ഒരു ഒഴിഞ്ഞ ഒരു വരാന്തയിൽ ഇത് സ്ഥാപിക്കുകയും ചെയ്തു. പക്ഷെ അന്നത്തെ ജില്ലാ കളക്ടർ ഇങ്ങനെയല്ല ഈ ഒരു ഇത്രയും നല്ല ശില്പങ്ങൾ സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടാണ് ആർട്ട് ഗാലറി എന്ന് പറഞ്ഞ ഒരു ഇത് നമുക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. നമ്മൾ ഈ കടന്നു വരുമ്പോഴേക്ക് തന്നെ അതിൻ്റെ പ്രവേശനത്തിലൊരു കവാടമുണ്ട്, വലിയൊരു കവാടം. അതിലെ ഒരു പൂജാ മഹൽ എന്നാണ് നമ്മൾ പറയുന്നത്. അവിടെ ഒരുപാട് കരിങ്കൽ ശില്പങ്ങളാണുള്ളത്. ഈ കൂട്ടത്തിൽ തന്നെ ഒരുപാട് പ്രത്യേകതയുള്ള ഒരുപാട് ശില്പങ്ങളുണ്ട്. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു ചുമരുകൾ തന്നെ ഒരുപാട് വ്യത്യസ്തമാണ്, കണ്ടോ, ഒരുപാട് ശില്പങ്ങളില്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു ആർട്ട് ഗാലറി മൊത്തത്തിൽ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ശില്പങ്ങളാണ്. പല കഥകൾ പറയുന്ന ശില്പങ്ങളുണ്ട്. ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും മറ്റുള്ള ദേവി ദേവന്മാരുടെയും ഒക്കെ ഒരുപാട് ശില്പങ്ങളുണ്ട് കേട്ടോ അവിടെ. ഈ ഒരു വഴി എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക സ്ഥലത്തേക്കുള്ള ഒരു വഴിയാണ്, ടവറിലേക്കുള്ള വഴിയാണ്. ടവറിൻ്റെ ഉള്ളിൽ എന്താണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതെന്നാണ് ഇനി അവിടെ പോയാൽ നമുക്ക് കാണാനുള്ളത്. ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു പ്രത്യേക ജീവിയുടെ അസ്ഥികൂടമാണ്. അപ്പോൾ എന്തായിരിക്കും നിങ്ങൾ മനസ്സിൽ വെച്ചിട്ടുള്ള കാര്യമാണ് കമൻ്റായിട്ട് തന്നെ ആയിരിക്കും കേട്ടോ. ഇത്രയും വലിയൊരു അസ്ഥികൂടം, ആ ഒരു എല്ലുകളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ. അപ്പോൾ ഏറ്റവും വലിയ ഒരു ജീവി എന്താണ്? അത് തന്നെ, അതാണ് ഈ കാണുന്നതാണ് തിമിംഗലത്തിൻ്റെ അസ്ഥികൂടം. 92 അടി നീളമുള്ള ഒരു തിമിംഗലത്തിൻ്റെ അസ്ഥികൂടമാണ് കേട്ടോ അത്. 1955 26-ാം തീയതി ഫെബ്രുവരിയിൽ തരംഗമ്പാടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബീച്ചിൽ കരയ്ക്ക് അടിഞ്ഞു വന്നിട്ടുള്ള ഒരു തിമിംഗലത്തിൻ്റെ അസ്ഥികൂടമാണ് കേട്ടോ. ആ തിമിംഗലത്തിൻ്റെ അസ്ഥികൂടം ഇവിടെ വന്നിട്ട് അവർ സൂക്ഷിച്ചു വെച്ചതാണ് കേട്ടോ ഇത്. ഇവിടെ ശരിക്കും ഈ ഒരു അസ്ഥികൂടം വേണ്ട രീതിയിൽ സംരക്ഷിച്ചിട്ടില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷെ എങ്കിൽ പോലും നമുക്ക് ഇത്ര സുഖമായിട്ട് എവിടെ പോയാലാണ് ഈ ഒരു അസ്ഥികൂടം നമുക്ക് കാണാൻ പറ്റുക.
ടവറിൻ്റെ മുകളിൽ കയറി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊട്ടാരത്തിന് മുറ്റമൊക്കെ കാണാൻ പറ്റും. കണ്ടോ, നമ്മൾ മുകളിൽ നിന്ന് കണ്ടിട്ടുള്ള ആ ആർട്ട് ഗാലറിയുടെ ഇതാണ്. പിന്നെ ആ കാണുന്നത് ബെൽ ടവറാണ് കേട്ടോ. ഞങ്ങൾ ബെൽ ടവറിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു കാഴ്ച എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല. ഇതാണ് ആ ഒരു ടവർ എന്ന് പറയുന്നത്. പുറത്തിറങ്ങി ഇങ്ങനെ ഒരു കാഴ്ചയാണ് കേട്ടോ. ഇവിടുത്തെ ഒരു സീലിംഗ് കണ്ടില്ലേ, പൂവ് പോലെയുള്ള ഒരു സീലിംഗ് ആണ് കേട്ടോ. അതിൻ്റെ അടിയിൽ ഇങ്ങനെ ആ താഴെയുള്ള ഇതിൻ്റെ സീലിങ്ങിൻ്റെ ആ ഒരു ഷേപ്പൊക്കെ ഉണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് താഴെയുള്ള, അതായത് ഈ ടവറിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടുള്ള വെങ്കലത്തിൻ്റെ ശില്പങ്ങൾ കാണാൻ വന്നിരിക്കുകയാണ് കേട്ടോ. കണ്ടോ, ഒരുപാടുണ്ട്. നടരാജൻ്റെ വിഗ്രഹങ്ങൾ കണ്ട് നിങ്ങൾ അന്തം വിട്ടു പോകും. അത്രത്തോളം വിഗ്രഹങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭിക്ഷാടന മൂർത്തിയായിട്ടുള്ള ശിവൻ്റെ ഒരുപാട് ശില്പങ്ങളുണ്ട്. പിന്നെ ഇവിടെ തന്നെ നമുക്കൊരു വെള്ള പ്രതിമയുണ്ട്, മഹാരാജ സർഫോജിയുടെ ഉള്ളത്. കൈകളൊക്കെ കൂപ്പി എല്ലാവരെയും സ്വീകരിക്കുന്ന മഹാരാജ സർഫോജിയുടെ പ്രതിമയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഈ ഒരു ശില്പത്തിൻ്റെ മുകളിലായിട്ട് തന്നെ വളരെ മനോഹരമായിട്ടുള്ള സീലിങ്ങിലുള്ള പെയിൻറ്റിങ്സ് ഉണ്ട്. അത് പലതിനും ഭംഗിയൊക്കെ അതേ നിറം ഭംഗിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും പലയിടങ്ങളിലും പഴയ പ്രൗഢിയോടുകൂടി തന്നെ കാണുന്നുണ്ട്. അങ്ങനെ തഞ്ചാവൂരിലുള്ള കാഴ്ചകൾ അവസാനിക്കുകയാണ്. തഞ്ചാവൂരിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ പറഞ്ഞിട്ടുള്ള ഈ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നിങ്ങൾ മിസ്സാക്കരുത്. തഞ്ചാവൂർ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഇതുപോലെയുള്ള തഞ്ചാവൂർ ബൊമ്മകൾ, തലയാട്ടുന്ന ബൊമ്മകൾ എന്തായാലും വാങ്ങിക്കൊണ്ടു പോകണം. അപ്പോൾ തഞ്ചാവൂരിൽ തലയാട്ടുന്ന ബൊമ്മകൾ വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊന്നും എന്തായാലും ഏതെങ്കിലും ഒന്നിലെങ്കിലും കയറാതെ പോകരുത്. ഒരുപാട് രസകരമായിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരുപാട് ശില്പങ്ങൾ നമുക്ക് അവിടെ വന്നാലും ഗിഫ്റ്റുകൾ, നമുക്ക് തഞ്ചാവൂരിൻ്റേതായിട്ടുള്ള ഗിഫ്റ്റുകൾ നമ്മൾ വാങ്ങി നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ വീട്ടിലേക്കൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയ ഒരു ഷോപ്പിലെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ അത്. ഞങ്ങൾ ആ ഒരു ബിഗ് ടെമ്പിളിൽ പോയതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ KRA കോംപ്ലക്സിലുള്ള ബൃഹദേശ്വര ക്ഷേത്രത്തിൻ്റെ തൊട്ടിട്ടുള്ള KRA കോംപ്ലക്സിലെ റെസ്റ്റോറൻറ്റിന് അടുത്തുള്ള ഒരു ഗിഫ്റ്റ് ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് കേട്ടോ അത്. അവിടെ ഞങ്ങൾ തലയാട്ടുന്ന ബൊമ്മയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ കൂടി ചെയ്തേക്കുക. ഒരുപാട് നല്ല നല്ല വിശേഷങ്ങളും യാത്രകളും ചെറിയ ചെറിയ റെസിപ്പീസും കുറച്ച് ക്രാഫ്റ്റ് ഐഡിയാസൊക്കെ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും ബൈ.